വെൽക്കം ടു CC Plus. നമ്മുടെ കൂട്ടുകാർക്കായിട്ട് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ പലർക്കും വലിയൊരു ആഗ്രഹമായിരിക്കും വലുതാവുമ്പോൾ സിവിൽ സർവീസിൽ കയറണം, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കണമെന്നൊക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ മുന്നിൽ നമുക്ക് വളരെ എന്താ പറയുക, ഇന്ന രീതിയിലുള്ള ഒരു സിവിൽ സർവീസിലോട്ടാണ് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ റോൾ മോഡലൊക്കെ ആക്കാൻ പറ്റുന്ന കുറച്ച് പേഴ്സണാലിറ്റീസ് എന്തായാലും ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടാവും അല്ലേ. നമ്മുടെ കേരളത്തിലാണെങ്കിലും അങ്ങനെ ഒരുപാട് IASും IPS ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ വലുതാകുമ്പോൾ എനിക്കും ഇതുപോലെ ആകണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് എന്താണ്? നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളും നമ്മൾ അറിയാതെ വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കൂട്ടുകാരോടൊക്കെ സംസാരിക്കുന്ന പോലെ വളരെ സപ്പോർട്ടീവായിട്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങനെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പഠിച്ചാലോ? അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ബാച്ച് CC Plusലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പുറത്തും അകത്തൊക്കെ ഉള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് സിവിൽ സർവീസ് എന്നുള്ള ആ ഒരു വലിയ സ്വപ്നത്തെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. എങ്ങനെ പഠിക്കണമെന്നൊക്കെ അറിയാൻ പറ്റും. നോക്കിക്കേ, കണ്ടോ എന്തൊക്കെ പഠിച്ചാലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പഠിച്ചു തുടങ്ങണം. സാധാരണ ഒരു കുട്ടി ആദ്യമായിട്ട് സിവിൽ സർവീസ് എന്നുള്ളൊരു സ്വപ്നം കാണുമ്പോൾ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? ന്യൂസ് പേപ്പർ റീഡിങ് അല്ലേ. നമുക്ക് മലയാളത്തിൽ ഉള്ള ന്യൂസ് പേപ്പേഴ്സ് അവൈലബിൾ ആണ്, ഇംഗ്ലീഷിലുള്ള ന്യൂസ് പേപ്പേഴ്സ് അവൈലബിൾ ആണ്, ന്യൂസുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഇതൊക്കെ ന്യൂസ് ഞാൻ എന്നും ന്യൂസ് കേൾക്കാറുണ്ട്, പാരൻസ് നിർബന്ധിച്ച് കേൾപ്പിക്കാറുണ്ട് എന്നൊക്കെ പറയും. എങ്കിൽ പോലും ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, പറയുന്നത് മറ്റേ ന്യൂസ് റീഡ് അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അവർ പറയുന്ന എല്ലാം കേട്ടുപോകും, ചിലത് നമ്മൾ ശ്രദ്ധിക്കാതെയൊക്കെ വിട്ടുപോകും. അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള, അല്ലെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായി വായിച്ച് അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനൊക്കെ ഏത് ഹെൽപ്പ് ചെയ്യും? ന്യൂസ് പേപ്പർ റീഡിങ്. പ്രത്യേകിച്ച് എഡിറ്റോറിയൽ കോളമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ആനുകാലികമായി നടന്ന, അല്ലെ, കറണ്ട് അഫെയർ ആയിട്ട് അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ജനറൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് ജോഗ്രഫി വരുന്നുണ്ട്. അതിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് നോക്കിക്കേ, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ് എന്നതൊക്കെയാണ്. പിന്നെ ഹിസ്റ്ററി വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ സിവിൽ സർവീസ്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു പ്രിലിംസ് ആണെങ്കിലും മെയിൻസിലോട്ടൊക്കെ പോകുമ്പോഴും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന 2 ഭാഗങ്ങളാണ് ജോഗ്രഫിയും ഹിസ്റ്ററിയും എന്ന് പറയുന്നത്. സോ ആ ഒരു ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മുടെ നിലവാരത്തിനനുസരിച്ച് പതിയെ 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 പഠിച്ച് ആ ഒരു ട്രാക്കിലേക്ക് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ CC Plusൽ ഈ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഈ ടോപ്പിക്കുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, എന്തായിരിക്കും സിവിൽ സർവീസ് പരിശീലനം തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും നമുക്ക് വളരെ സേഫായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം പഠിക്കാൻ തുടങ്ങാൻ. ഇപ്പം നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ക്ലാസ്സിലുള്ള നിലവാരത്തിനനുസരിച്ചിട്ട് വേണം നമുക്ക് പഠിക്കാൻ തുടങ്ങാൻ. അല്ലാതെ ഇപ്പം തന്നെ നമ്മൾ സിവിൽ സർവീസിൻ്റെ ആ ഒരു ലെവലിലല്ല പഠിക്കുക. നമ്മൾ എവിടെ നിൽക്കുന്നു ആ ലെവലിൽ പഠിച്ചു തുടങ്ങി പയ്യെ 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 ഇമ്പ്രൂവ് ചെയ്ത് വന്നാൽ മാത്രമാണ് നമ്മുടെ ആ ഒരു വലിയ സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ CC Plusൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി നോക്കിക്കേ, നമുക്ക് വലിയ ഇപ്പം നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അവിടെ എന്താ പൊളിറ്റി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും അല്ലേ, വളരെ എന്താ പറയുക, പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടാവാം, അതുപോലെ തന്നെ എക്കണോമിക് റിലേറ്റഡ് ആയിട്ടായിരിക്കാം. അതുപോലെ ഇന്ത്യയിൽ നടക്കുന്ന നമ്മുടെ ഒരു ഭരണ സംവിധാനമൊക്കെ ഉണ്ട് അല്ലേ, എന്താ ഡെമോക്രസി ബേസ് ചെയ്ത് നടക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗമാണ് ഈ പൊളിറ്റി എന്ന് പറയുന്ന ഭാഗം. അവിടെ എന്തുണ്ട്? നമ്മുടെ കേരളത്തിലെ കാര്യങ്ങൾ അറിയണം, ഇന്ത്യയിലെ കാര്യങ്ങൾ അറിയണം. കേരളം അറിഞ്ഞാൽ തന്നെ കേരളവും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഈ ഒരു പൊളിറ്റി എന്ന പോർഷനിൽ വരുന്നുണ്ടാവുക.
ഇനി നോക്ക് എക്കണോമിക്സ്. എക്കണോമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും പറയൂല്ലേ, എന്താണ് ഈ ഒരു സമയത്ത് നമുക്ക് എന്താണ് വളരെ നമ്മൾ എക്കണോമിക്കലി വീക്കാണ്. നിങ്ങൾ വീട്ടിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചില മാസങ്ങളിൽ നിങ്ങളുടെ പാരൻസ് ഒക്കെ പറയുന്നുണ്ടാവും, ആ ഈ മന്തിൽ കുറച്ച് നമ്മൾ ടൈറ്റാണ്, അപ്പോൾ നമ്മൾ കുറച്ച് ഇവിടെയൊക്കെ കൺട്രോൾ ചെയ്ത് വേണം നമ്മുടെ ബഡ്ജറ്റ് കൊണ്ടുപോകാന്നല്ല. അപ്പോൾ ആ ബഡ്ജറ്റ് എന്നുള്ള വേർഡൊക്കെ കണ്ടിട്ടില്ലേ? ഒരു വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് മണി മാനേജ് ചെയ്യുന്നത്, അതേപോലെ നമുക്ക് മൊത്തം കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ മണി മാനേജ് ചെയ്യാൻ പറ്റണം. അവിടെ നിന്ന് മണി മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ നമ്മൾ എവിടെ നിന്നെങ്കിലും കടമൊക്കെ വാങ്ങിച്ച് നമ്മുടെ ഡെയിലി റുട്ടീനൊക്കെ കറക്റ്റായി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കും. ഇതേപോലെ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയിലും ആ ഒരു മണി മാനേജ്മെൻ്റ് ഒക്കെ കറക്റ്റായി കൊണ്ടുപോകണം. ആ കാര്യങ്ങളൊക്കെയാണ് എക്കണോമിക്സ് എന്നുള്ള ഭാഗത്ത് പഠിക്കേണ്ടി വരിക. ഇനി നോക്കുക മാത്സ് റിലേറ്റഡ് ആയിട്ട്. മാത്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു സിവിൽ സർവീസ് ലെവലിൽ എത്തുന്ന സമയത്ത് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി വളരെ ഒരു അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള മാത്സ് ഒക്കെ ചോദിക്കാം. മാത്സിനേക്കാൾ ഉപരി നമുക്ക് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ പോലത്തെ കാര്യം. പക്ഷെ അതിലോട്ടൊക്കെ എത്തണമെങ്കിൽ നമുക്ക് ബേസിക് മാത്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് അറിയാത്തതായിട്ടോ അല്ലെങ്കിൽ പരിചയമില്ലാത്തതായിട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ അതിന് ചിലപ്പോൾ നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത പേരുകൾ അവിടെ ഉണ്ടാവാം. അപ്പം അതൊക്കെയാണ് നമ്മൾ ഈ പഠിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ നോക്കിക്കേ, ഇത് നമ്മുടെ ഒരു റിസൾട്ട് വന്ന ഒരു കാര്യമാണ്. എന്താണ്, നവോദയ എൻട്രൻസിൽ നല്ല രീതിയിൽ നല്ല ഒരു സക്സസ് റേഷ്യോ അല്ലെങ്കിൽ സക്സസ് റേറ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ബാച്ചായിരുന്നു കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ. അപ്പം ആ ഒരു സന്തോഷം ഞാൻ ജസ്റ്റ് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പം ഇതുപോലെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് കൂട്ടുകാരോടെന്ന പോലെ ഈ ഒരു പുതിയ ടോപ്പിക്കുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് CC+ൽ സിവിൽ സർവീസിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ വീക്കും 2 ക്ലാസ് വെച്ചാണ് കൊടുക്കുന്നത്. ആ 2 ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ജോബിനെ കുറിച്ച് ധാരണ ലഭിക്കുകയും അതിലൂടെ നിങ്ങളുടെ ആ വലിയ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. പുതിയ ബാച്ച് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. അപ്പം ഭാവിയിലെ എല്ലാ സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ. നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. താങ്ക്